ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നിങ്ങൾക്ക് നേരുന്നു. കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുക. താൻ പോകുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ സമാധാനം തന്നിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറയുക, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ ഈ സമാധാനം നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സമാധാനം ഉണ്ട് എന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത്. ഒന്ന്, ക്രിസ്തു നൽകുന്ന സമാധാനം. രണ്ട്, ലോകം നൽകുന്ന സമാധാനം. എന്താണ് ഈ രണ്ട് സമാധാനങ്ങളുടെ അടിസ്ഥാനപരമായ വ്യത്യാസം? ലോകം നൽകുന്ന സമാധാനം അത് ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ആയുധം കാണിച്ചും തടിമിടുക്ക് കാണിച്ചൊക്കെ നൽകുന്ന സമാധാനമാണ്. അമേരിക്ക ലോക പോലീസ് എന്നുള്ള നിലയിൽ അവരാജ്ഞാപിക്കും, അതനുസരിച്ച് മറ്റ് രാജ്യങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ സമാധാനം. ഇതാണ് ലോകം നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത. ഭയപ്പെടുത്തി നേടുന്ന, ഭീഷണിപ്പെടുത്തി കരസ്ഥമാക്കുന്ന, നൽകുന്ന സമാധാനം. അതിൻ്റെ പ്രത്യേകത അത് അധിക നാളൊന്നും നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. ക്രിസ്തു നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത അത് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. ദൈവവചനം പാലിക്കുന്നവർ, അവർക്ക് നൽകുന്ന ഉറപ്പെന്താ? അവരെ ഞാൻ സ്നേഹിക്കും, ഞാനും എൻ്റെ പിതാവും പിതാവ് അയക്കുന്ന സഹായകനും, അതായത് ത്രിയേക ദൈവം അവരുടെ ഉള്ളിൽ വന്ന് വസിക്കും. ഇപ്രകാരം ദൈവം വസിക്കുന്ന ഇടമായി മാറുമ്പോൾ ഒരുവന് അവൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ലഭിക്കുന്ന സ്വസ്ഥത, സമാധാനമുണ്ട്. അത് ഒരുവനും ഒരു സാഹചര്യത്തിനും ഒരു പ്രശ്നത്തിനും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒന്നാണ്. അതാണ് ക്രിസ്തു നൽകുന്ന സമാധാനം. നമ്മോടുള്ള ചോദ്യം, ഇതിൽ ഏത് സമാധാനമാണ് നാം ആഗ്രഹിക്കുന്നത്? ലോകം വച്ച് നീട്ടുന്ന സമാധാനത്തിൻ്റെ പിന്നാലെ പോയാൽ അത് നമ്മെ അടിമകളാക്കി മാറ്റും എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തു നൽകുന്ന സമാധാനത്തിൽ ജീവിക്കാൻ തയ്യാറായാൽ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനുമുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. ക്രിസ്തുവും ശിഷ്യന്മാരും മറുകരയ്ക്ക് യാത്രയാകുമ്പോൾ പാതി വഴി പിന്നിട്ട സമയത്ത് അതിശക്തമായ കാറ്റും കോളും അവരുടെ വഞ്ചിയിൽ വന്ന് ആഞ്ഞടിക്കുമ്പോൾ ശിഷ്യന്മാർ ജീവന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് ക്രിസ്തു ചെയ്യുന്നത് എന്താ? ആ വഞ്ചിയുടെ അമരത്ത് തലയിണ വെച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. കാറ്റും കോളും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല, അത് പ്രകൃതിയുടെ വരദാനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, നിന്റെ സ്വസ്ഥത, സമാധാനം എന്നുള്ളത് ക്രിസ്തു നൽകുന്ന സമാധാനമായി മാറുമ്പോൾ കാറ്റും കോളും ഒക്കെ ഉണ്ടെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നിനക്ക് പറ്റും എന്നുള്ളതാണ്. അതല്ല എങ്കിൽ എത്ര സ്വസ്ഥമായുള്ള അന്തരീക്ഷത്തിലും നിന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും, ഉറക്കം വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം വച്ച് നീട്ടുന്ന സമാധാനം അത് പലപ്പോഴും ഭീഷണിയാണ്, അത് പലപ്പോഴും ഭയപ്പെടുത്തല. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കാരണം എന്താ? ക്രിസ്തു നൽകുന്ന കരുത്ത. എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരുന്ന ഒരു അമ്മുമ്മയുണ്ട്. ഈ അമ്മുമ്മ പള്ളിയിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലൊരു പൊതിയുണ്ട്. ആ പൊതി അധികമൊന്നും തുറന്ന് കണ്ടിട്ടില്ല.
ഒരു ദിവസം അമ്മൂമ്മയോട് ചോദിച്ച്, എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു പൊതിയുമായിട്ടാണല്ലോ വരുന്നത്, എന്നാൽ അത് ഇതുവരെയും തുറന്നൊന്നും കണ്ടിട്ടില്ല, ആ പൊതിക്കകത്ത് എന്താണ് ഇരിക്കണേ? അമ്മൂമ്മ തുറന്ന് കാണിച്ചു. അതിൻ്റെ അകത്ത് ഒരു ബൈബിളാണ്. എന്നിട്ട് അമ്മൂമ്മ കൂട്ടിച്ചേർത്തു, അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന എനിക്ക് എൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഈ വചനമാണ്. അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ നടന്ന് നീങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന കരുത്ത് അത് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയേറെ ബലമാണ്. ദൈവവചനം ഒരമ്മൂമ്മയ്ക്ക് നൽകിയ കരുത്ത് ഒറ്റയ്ക്ക് അതിജീവനത്തിൻ്റെ കരുത്ത് നൽകി മുന്നേറുവാനുള്ള ബലമാണെന്ന് ഈ അമ്മ പറയുമ്പോൾ കൂട്ടിച്ചേർത്തു, എൻ്റെ മരണം വരെ ഇതെൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ വയ്ക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട, ഇതാണ് ദൈവം നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത. ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടേണ്ട കാര്യമില്ല. ദൈവവചനം എടുത്തൊന്ന് തുറന്നു വായിച്ചാൽ നമ്മളുടെ ഹൃദയം ജ്വലിക്കുന്ന പ്രകാശം അനുഭവം നമുക്ക് ലഭിക്കും. ക്രിസ്തു ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോയത് അരക്ഷിതാവസ്ഥയിലാണ്. ഇനി എങ്ങനെയെന്നറിയാതെ അചഞ്ചലരായ മനസ്സോടുകൂടി അവരിങ്ങനെ പോകുകയാണ്, ചഞ്ചലപ്പെട്ടു പോവുക. അചഞ്ചലമായ മനസ്സുള്ളവർ ചഞ്ചലപ്പെട്ട് നടന്നു നീങ്ങുമ്പോൾ അവരോടൊപ്പം കർത്താവ് കൂടെ നടന്ന്, എന്നിട്ട് അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താ? ദൈവവചനമാണ്. ദൈവവചനം കേട്ടവർ പിന്നീട് പറയുന്ന എന്താ? വഴിയാത്രയിൽ അവൻ വചനം വിളമ്പിയപ്പോൾ നമ്മളുടെ ഹൃദയം ജ്വലിച്ചില്ലേ? അണഞ്ഞുപോയ ഹൃദയത്തിൻ്റെ വെളിച്ചം, ചൈതന്യം വീണ്ടും തെളിയിക്കാൻ നമുക്കൊറ്റ വഴിയേ ഉള്ളൂ. ദൈവവചനം ചങ്കിനോട് ചേർത്ത് വയ്ക്കണം. ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ വചനമെടുത്തൊന്നു നിവർത്തി വായിക്കുവാൻ പറ്റിയാൽ ദൈവം നമ്മോട് പറഞ്ഞു തരും നീ എന്ത് ചെയ്യണം. അതുകൊണ്ട് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെ ജീവിത യാത്രയിൽ നിനക്ക് വഴിയറിയാതെ നീ നട്ടം തിരിയുമ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന്. ഈ വിളിച്ചു പറയുന്ന ശബ്ദം അത് ദൈവവചനമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള മിഴിവെട്ടം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകട്ടെ. കൃപയുടെ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ലോകം വച്ച് നീട്ടുന്ന സമാധാനം അത് സുരക്ഷിതത്വമല്ല, അരക്ഷിതാവസ്ഥ തന്നെയാണ്. ആയുധങ്ങളുടെ ബലങ്ങളിലും അധികാരത്തിൻ്റെയും ഭീഷണിയുടെയും തൻ്റെ ഇടത്തിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നുള്ളത് അടിമത്തമാണ്. അത് സ്വസ്ഥതയല്ല, സമാധാനമല്ല. അതുകൊണ്ട് ദൈവവചനത്തിൽ അടിയുറച്ച് നമുക്ക് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ കഴിഞ്ഞാൽ ഉറപ്പ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പിന്നെ നമ്മുടെ കരുത്ത് കർത്താവിൻ്റെ കരുത്ത്. ഒരപ്പൻ്റെ അമ്മയുടെ കൈപിടിച്ച് നടക്കുന്ന ഇത്തിരി പോന്ന കുഞ്ഞിൻ്റെ ബലം കുഞ്ഞിൻ്റെ കരുത്തല്ല, കരം പിടിച്ചിരിക്കുന്ന അപ്പൻ്റെ ബലമാണ്, അമ്മയുടെ കരുത്താണ്. എങ്കിൽ നാം പിടിച്ചിരിക്കുന്നത് ദൈവവചനമാകുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് എങ്കിൽ പിന്നെ നമ്മുടെ ബലം അത് കർത്താവിൻ്റെ ബലമാണ്. ആ ബലം ഒരുവൻ അനുഭവിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും അവനെ തകർക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കരുത്ത് നമ്മുടെ കർത്താവായി മാറട്ടെ. അവൻ്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാം.